കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ അധികം ആൾക്കാർക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു സാധനം എപ്പോഴും ചെയ്യുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. ആൻഡ് അങ്ങനെ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ വി വിൽ ബിക്കം എ മാസ്റ്റർ ഓഫ് ഇറ്റ്. ഒരു സാധനം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മളത് മാസ്റ്റർ ചെയ്യും. ഒരു ആക്ടിവിറ്റിയോ ഒരു സംഭവമാണെങ്കിൽ, എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കാം, ബുക്ക് വായിക്കല്. സോ അത് നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഹാബിറ്റ് അവിടെ ബിൽഡാകും. പക്ഷെ നമ്മളത് ചെയ്യില്ല. ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് തെറ്റ് കിട്ടുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും, ഇപ്പൊ എക്സാമ്പിൾ ബുക്ക് വായിക്കില്ല, എല്ലാ ദിവസവും 10 പേജ് ബുക്ക് വായിക്കാൻ നിൽക്കുന്നത് നിങ്ങളെ ഹാബിറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തത്. ബട്ട് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും 10 പേജ് വായിക്കലല്ല, എല്ലാ ദിവസവും ബുക്ക് വായിക്കലാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് 10 പേജ് വായിച്ച്, നാളെ 10 പേജ് വായിച്ച്, മറ്റന്നാളെ സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾ 2 പേജ് വായിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസി. അപ്പൊ 2 പേജ്, അടുത്ത ദിവസം 4 പേജ്, പിന്നെ 10 പേജ്, പിന്നെ 6 പേജ്. ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ്. ഇറ്റ്സ് അബൌട്ട് ഡൂയിങ് ഇറ്റ് എനിവേ. ഇൻ കോണ്ടെക്സ്റ്റ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. സോ നിങ്ങൾ അത് ചെയ്യുക. That's consistency. And നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ 99% ആൾക്കാരെക്കാട്ടി കൂടുതൽ ബെറ്റർ ആയിരിക്കും. Because most people don't keep up with consistency.